നിങ്ങളെ സമർപ്പണത്തിനും നമ്മളെല്ലാം സമർപ്പണത്തിനും അമ്മേൻ്റെ അനുഗ്രഹം ഏത് സമയത്തും നിങ്ങൾക്ക് കിട്ടുന്ന ഉറച്ച വിശ്വാസമില്ല അനുഭവത്തിൽ ഉള്ള ഒരാളാണ് ഞാൻ. ഇനി മേൽക്കൂര പാടില്ല അല്ലേ? മേൽക്കൂര പാടില്ല അല്ലേ? വനത്തിലുള്ള ദേവിയല്ല, ഇതാണ് രുദ്രകാളി അമ്മയാണ്. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പോകുന്നത് ചങ്ങായിമാരെ, നമ്മളെ കണ്ണാടിപ്പറമ്പ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള വടക്കേക്കാവിൽ ദേവീൻ്റെ അടുത്ത് നവീകരണ പ്രവൃത്തി നടക്കുന്നുണ്ട്. അപ്പോൾ ലതീശേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇടയ്ക്കൊന്ന് സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് പോകാന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്തെല്ലാം കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. അവിടെ പണിയെടുക്കുന്ന വീഡിയോ എല്ലാം ലതീശേട്ടൻ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് കണ്ടിന് ഞാൻ കുറച്ചെല്ലാം. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ വെച്ചാൽ നമുക്ക് വളരെ സന്തോഷമാണ് കേട്ടോ. നമ്മളെ പുറവൂരമ്പലത്തിൽ പോകുന്ന അതേ ഒരു ഫീലാണ്. ലതീശേട്ടൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ലതീശേട്ടൻ അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര സ്വീകരണം, അങ്ങോട്ട് പോകാൻ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇപ്പോൾ ജീവേശ് അവിടെ കാത്തിക്കുന്നുണ്ട്, നേരത്തെ വിളിച്ചിട്ട് ഇങ്ങനെ കാത്തിക്കുന്നുണ്ട് അവിടെ നേരോട്ടേക്ക്. ഞാൻ ജീവേശും കൂടിയാണ് പോകുന്നത്. എന്നാൽ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ചങ്ങായി പറയാം, നമ്മളിതാ കണ്ണാടിപ്പുറം അമ്പലത്തിലെത്തിയിട്ടാ. ഞാൻ ജീവേശും ഉണ്ട്. അമ്പലത്തിൽ വന്നിട്ട് അമ്പലത്തിലൊന്ന് കയറിയിട്ട് നമുക്ക് ദേവീൻ്റെ അടുത്തേക്ക് പോകട്ടോ. താഴെ വടക്കേക്കാവിൽ. ലതീശേട്ടൻ ഇവിടെ ഉണ്ട്. ലതീശേട്ടൻ ഒന്ന് തിരക്കെല്ലാം കഴിഞ്ഞാ? ഇന്നത്തെ മൊത്തം തിരക്കല്ലേ നമുക്ക് അല്ല, അങ്ങനെയല്ല, ഇന്നത്തെ ഭക്തജനങ്ങളെ തിരക്കെല്ലാം കഴിഞ്ഞു. എല്ലാവരും രാവിലെ വന്ന് പോയില്ലേ? അതെയാ, വിഷു കഴിഞ്ഞുകൊണ്ടുള്ള എല്ലാ കുറച്ച് കുറവാണ്. എല്ലാവരും യാത്രകളിലും മറ്റല്ല. അവിടെ എന്തെല്ലാം നടക്കുന്നത്? വടക്കേക്കാവിൽ നിന്ന് ചുറ്റും ഇതാണ് തറ, നമ്മളെ അകത്തെ കരിങ്കൽ തറക്ക് ചുറ്റുള്ള വീട്ടാണ്. അതെയാ, ഏതായാലും നീ വന്നാൽ നന്നായി. കേരളം എല്ലാം കാണാലോ, എല്ലാവർക്കും കാണാലോ, എല്ലാവരെയും കാണിക്കാലോ. നന്നായി. വേറെ ഒരാളും കൂടി ഉണ്ട്, അവരെയും കൂടി കാണിച്ചു തരാം. നമ്മുടെ പ്രസാദേട്ടൻ്റെ പത്നിയാണ്. മാല കിട്ടുന്നുണ്ട് ഭഗവാനിലെ. സാരില്ല. ഞാൻ പറയാം, നമ്മൾ രണ്ടാളും അങ്ങനെയൊക്കെ പോക്കാട്ടാ കാവിലേക്ക് പോകുന്ന വഴിയൊക്കെ കാണിച്ചു തരാം കേട്ടാ. മരങ്ങളെല്ലാം ഇങ്ങനെ പടർന്ന് രണ്ട് സൈഡിലും പടർന്ന് അടുക്കൊക്കെ ആകുന്നുണ്ട്. കണ്ടാ, അങ്ങനെ പറയാം, അവിടെ ആരെല്ലാം ഉണ്ടെന്ന് തോന്നും കേട്ടാ. ഇവിടെ മഴക്കാലത്ത് നല്ല രസമായിരിക്കും കേട്ടാ. ഫുള്ള് പച്ചപ്പായിട്ട് കാടും. പണി ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് തോന്നുന്നു കേട്ടോ. ചങ്ങായിമാരെ, എന്താ നമ്മളെ പ്രസാദനെല്ലാം അടിച്ച് പണിയെടുക്കുന്നുണ്ട്. ചങ്ങായിമാരെ, അതിൻ്റെ ഉള്ളിലുള്ള കമ്പിയെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോൺക്രീറ്റ് ചെയ്യലാണ് പണി ഇന്നത്തെ. നമ്മൾ ലതീശേട്ടൻ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ചായ എല്ലാം കൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ മഴക്കാലത്ത് മരണക്കാടായിരിക്കും അല്ലേ? ഇപ്പൊ ഒരു പച്ചപ്പ് പോയോണ്ടല്ലേ. ഇവൻ പറഞ്ഞല്ലോ, നീലിയാർ കോട്ടത്തിന്റെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ, കാട് പിടിച്ചിട്ട്. കാട് കണ്ടോ? എങ്ങനെ പറയാൻ ബേക്കിലല്ലോ.
ഇതെല്ലാവരും സേവനമാണ് കേട്ടോ. സേവനം ഭഗവതി കാവിലേക്ക് പ്രസാദ പൊടി പോയിരുന്നുണ്ട് കേട്ടാ. പൊടിയണേ ചേട്ടൻ വീഡിയോ ചിത്രീകരണം നടത്തുന്നുണ്ട് ഫേസ്ബുക്കിലേക്ക് വേണ്ടിയിട്ട്. ചേട്ടാ നിങ്ങളൊരു കമന്ററിയും കൂടി അതിന് വേണം കേട്ടോ. വെറുതെ വീഡിയോ എടുത്തിട്ടാൽ മതി. ശരിയാണോ? സുധീരേട്ടനല്ലേ ഇവരാ ചന്തു? ചതിക്കാത്ത ചന്തുവാ? ഇവരാണ് ശരിക്കും മേസ്ത്രി, മറ്റേതാണ് മേസ്ത്രി. ശരിക്കും മേസ്ത്രി എല്ലാവർക്കും അവരെ തന്നെയാണ്. കാരണം ആർക്കും വാളെടുക്കാം. മതി അയ്യാ അവിടെ ഒന്നും കൂടി ഇരുമുള്ളൂ. ഓരോ കുറ്റിക്ക് ഓരോ കഷ്ടം തരാം. ഓരോ നമ്മുടെ കോവിൽ കണക്കായിട്ട് ഓരോ ചങ്ങായിമാരെ, നമ്മളേതായാലും ഇവിടെ വന്നല്ലേ. അപ്പോൾ ദേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന കുറച്ച് സഹായം ചെയ്ത് കൊടുക്കാം അല്ലേ? തീർച്ചയായും കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ഇറങ്ങലാട്ടോ. ഇനി വീഡിയോ ലാസ്റ്റോട്ട് എടുക്കാൻ പറ്റും, കുറച്ച് സഹായിച്ചു കൊടുക്കട്ടെ. ഇങ്ങനെ നമ്മൾ വീഡിയോ മാത്രം എടുത്ത് വെക്കുന്നത് ശരിയില്ല. ചങ്ങായിമാരെ, നമ്മളെ ജീവ ബ്രോ ചട്ടിയെല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട് കണ്ടോ. തെക്കിക്കാറ് വന്നതിനെ കട്ടി സൗണ്ട് ആണല്ലോ. ബസാട്ടാ ബസാട്ടാ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? തെക്കിക്കാരെ കട്ടി നല്ല സൗണ്ട് ഉണ്ടല്ലോ നിങ്ങൾക്ക്. എങ്ങനെ പറയാ, നമ്മളതാ കുറച്ച് സഹായിച്ചു കൊടുത്തിട്ട് ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ലൈവ് ചേട്ടൻ എന്തെല്ലാം ആക്കുന്നുണ്ട്. ഇതാ ഇടാ, നമുക്ക് ചായ വിളമ്പിത്തരാൻ
വൈശാലി അല്ലേ? വൈശാലി വൈശാലി ഉണ്ട്, ലതിച്ചേട്ടൻ്റെ മോളാണ്. വെറൈറ്റി കടികളാട്ടോ ചായക്ക്. ചക്ക, നെയ്യപ്പോ, ഒന്നും പറയണ്ട. ചക്കക്കുരു മുളപ്പിക്കാനല്ലേ പറക്കാനാ? പഴുത്ത ചക്ക ഉണ്ടായ എങ്ങനെ പറയാ? നല്ല മണം ചക്കേന്റെ. വെള്ളം കരിങ്ങാലി വെള്ളം. നല്ല മധുരമുണ്ട്. ചങ്ങായിമാരെ എന്താ ഇത്ര കഴിഞ്ഞേട്ടാ ഇല്ലിട്ടിട്ട് ചായ അടിക്കാൻ പറ്റും. എല്ലാവരും രണ്ടാമതും പണി തുടങ്ങേണ്ട ഇതിലുള്ളേ. ഇത്ര ബാക്കിയുണ്ട്. നമുക്കും ഇവരെ കൂടെ പണിയെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടാ ദൈവം സഹായിച്ചിട്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു. അവർ പുറന്ന് കുഴക്കുന്നുണ്ട്. കുഴത്തെ കോരിയെടുക്കാനാവും. നമ്മൾ പോയി പണി നടക്കട്ടെ, നോക്കട്ടെ കേട്ടോ. പണി ഏകദേശം മുക്കാവാകായി കേട്ടോ. ഇവിടുന്ന് കാലായിട്ട് വലിക്കുന്നുണ്ട്. പണിയെടുക്കുന്ന ആൾക്കാർക്ക് വെള്ളം കൊണ്ടുവരുന്ന ഇതാണ് ജയേച്ചി ചേട്ടാ, യതീഷേട്ടൻ്റെ വൈഫ്. വെള്ളം തരുന്ന നല്ല കാര്യമല്ലേ, പിന്നെ നിങ്ങൾ ഇതാക്കുന്നത്. യതീഷേട്ടൻ വെള്ളം നനക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ പറയാൻ പലയെല്ലാം പൊളിച്ച് കുഴച്ച് പണി കഴിഞ്ഞ് കാരി ഇടുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ കഴിഞ്ഞു പിന്നെ പല വരയ്ക്കുന്ന എടുക്കണ്ടല്ലേ. ഇതെല്ലാം എടുത്തിട്ട് പിന്നെ നമുക്കതായത് കാവ് ചുറ്റി നടന്നു നോക്കാലോ. ഇതെല്ലാം ഇപ്പം പണി കഴിച്ച കേട്ടാ, പുതിയതായിട്ട് നവീകരണം. ഇവിടെ എന്തോ ഒരു തറയുണ്ട്, എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ പറയാം ദേവീൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് എന്തോ തറയാണ്. ഇതാണ് നമ്മൾ ചുറ്റി ചേട്ടാ അന്നാ തറ ഇത് ബാലാലയത്തിലേക്ക് മാറ്റിയത് ഈ ഭഗവതി അമ്മേനെ. ഇനിയിപ്പോ ഈ പണിയെല്ലാം പൂർത്തീകരിച്ചിട്ടാണ് ഇപ്പുറത്തേക്ക് മാറ്റണം. അകത്തേക്ക് ഏകദേശം പണിയെല്ലാം ഇങ്ങനെ ആയി വരുന്നുണ്ട്. എപ്പോ ഉണ്ടാവും അത്? മിക്കവാറും ഒരു മാസത്തിനുള്ളിൽ ഉണ്ടാവുന്നതാണ് നമ്മൾ തന്ത്രിനെ കണ്ടേരം പറഞ്ഞത്. ഇനിയിപ്പോ ഈ ചുറ്റും ഇങ്ങനെ ഇത് കെട്ടാണ്ട് ഒരു ചെറിയൊരു അരമതി കെട്ടാണ്ട് പിന്നെ ബാക്കി ഏകദേശം പണിയെല്ലാം ആയി. ഇനി മേൽക്കൂര പാടില്ല അല്ലേ? ഓ മേൽക്കൂര പാടില്ല അല്ലേ? ഇനി മേൽക്കൂര വനത്തിലുള്ള ദേവിയല്ല, ഇതാണ് ഒരു രുദ്രകാളി അമ്മയാണ്. കാവിലമ്മ നാം പറയും, രുദ്രകാളി അമ്മയാണ്. അതായത് ഭഗവതീനെ ഭദ്രകാളീൻ്റെ രൗദ്രരൂപത്തിലുള്ള ഭാവമാണ്. ഇവിടെ ഇതാണ് കലശാണ്, കാവിൽ കലശം എന്നിട്ടുള്ള ഒരുപാടാണ്. ഈ പാളത്ത് കാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് സംഭവം വന്നിട്ട് കോഴിയും കള്ളുമെല്ലാം ആയിട്ട് വന്നിട്ട് സംക്രമം ചൊവ്വ വെള്ളിയെല്ലാം പ്രധാനം ഇവിടെ ഉണ്ടാവും അല്ലേ?
അപ്പോൾ ഇവിടെ ഉത്സവത്തിന്റെ സമയത്ത് ഉണ്ടാവുക? ഉത്സവത്തിന്റെ ഇവിടെയായിട്ടുള്ള സമയത്ത് കലശം ഉണ്ടാവുക. ഇവിടുത്തെ പ്രധാന ഇത് കലശമാണ്. ഒരുപാട് മറ്റു വഴിപാടുകളൊന്നും ഇപ്പം നിലവിലില്ല. ഇല്ല. ഓക്കെ. എല്ലാ സംക്രമത്തിനും മുടങ്ങാണ്ട് എന്തായാലും ഉണ്ടാവും. വെള്ളം തരാ കൊണ്ടോ. അവിടെ വെള്ളം അടിക്കുന്നുണ്ടോ? ചങ്ങായി നട്ടുച്ചൊക്കെ വെള്ളം അടിക്കുന്നത് നമ്മൾ കാണുന്നേട്ടാ. മിറ്റത്ത് സിമെന്റിന്റെ ഇതാണ്ടിക്കാൻ വേണ്ടി ശ്വാസപ്പെട്ട് വെള്ളടിക്കുന്നു. ചൂടുണ്ടോ അവസാട്ടാ? ചൂടുണ്ടോ? അല്ല അങ്ങനെയല്ല, അത് ചൂടുണ്ടോ? ചീറ്റ്. അപ്പൊ ചങ്ങായി പറയാം, പരിപാടിയെല്ലാം കഴിഞ്ഞേട്ടാ. നമ്മള് കഞ്ഞി കുടിക്കണം. കഞ്ഞി ചൂടത്ത് ഈ കഞ്ഞി കുടിക്കുമ്പോ ഒരു ടേസ്റ്റ് തന്നെ കേട്ടാ. ഒന്ന് കുടിക്കാൻ തുടങ്ങട്ടെ. ലേസ് കിട്ടോ? ഏതായാലും ഒരു ബൈക്ക് പോകുന്നല്ലേ. അച്ചാർ കിട്ടീനി ചേട്ടാ? കിട്ടി പോയി ലേശം കയ്യിലും കഴിക്കില്ല. കഞ്ഞി സൂപ്പർ. കഞ്ഞിയും ചെറുപയറും ചമ്മന്തിയും മാങ്ങ അച്ചാറും എല്ലാം പൊളി തന്നെ. ഇന്നത്തെ ദിവസം അടിപൊളിയല്ലേ? സൂപ്പർ. ഞാൻ പറഞ്ഞു നിങ്ങൾ ആവശ്യമില്ല. വീഡിയോ വരുമ്പോ നിങ്ങൾ കേട്ടോ. നമ്മളെ മേസ്ത്രി ഇങ്ങനെ ഒരു മൂലക്ക് ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാം. സ്ലോ ആക്കണം. ചങ്ങായി പറയാം, നമ്മളെന്നാ ഇവിടെ ഇറങ്ങലാട്ടാ. ലതീഷേട്ടാ നമ്മളോട്ടെ. ലതീഷേട്ടാ എന്നാല് സുധീരേട്ടനോട് പറ. ഏതായാലും അതെ ഭയങ്കര സംഭവമായി മാറി. നമ്മളെ ഇവിടെ വന്നിട്ട് ഒരു സന്തോഷായി. നമ്മക്കും നിങ്ങൾ വന്നതിൽ നമ്മക്കും ഭയങ്കര സന്തോഷം. കടുപ്പപ്പെട്ട ഒരു അമ്മയാണ്. ഉദ്ദേശിച്ച കാര്യം നടക്കട്ടെ. നടത്തിത്തരുന്ന ആളാണ്. അതെ സുധീരട്ടെ. നിങ്ങളെ സമർപ്പണത്തിനും നമ്മളെല്ലാം സമർപ്പണത്തിനും അമ്മേന്റെ അനുഗ്രഹം ഏത് സമയത്തും നിങ്ങൾക്ക് കിട്ടുന്ന ഉറച്ച വിശ്വാസമില്ല അനുഭവത്തിൽ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതെല്ലാം നമ്മളെ ആത്മസമർപ്പണമായിട്ട് ചെയ്യുന്നതാണ്. കണ്ണാടിപ്പറമ്പിൽ ചെയ്യുന്നത് എല്ലാം ഈ വന്നവരെല്ലാവരും അതിനകത്ത് ചില്ലറയാൾക്ക് പൈസ കൊടുത്തിട്ടും ബാക്കിയൊക്കെ നമ്മളങ്ങനെ ചെയ്തിട്ട് എത്രയോ വർഷം പഴക്കമില്ല. ആരാ ഇത് ചെയ്തിനെന്ന് വരെ അറിയില്ല. അപ്പോൾ അത് പൊളിക്കാനുള്ള നിയോഗം നമ്മളെ പോലത്തെ കുറേ ചെറുപ്പക്കാർക്കാന്ന് കിട്ടിയിട്ടില്ല. നല്ല ചെറുപ്പക്കാരാണ്. നല്ല ചെറിയ പിള്ളേർ ഒന്നും തിരിയാണ്ടല്ല. അതല്ല അതിൻ്റെ പൂർണ്ണ തലത്തിലാണ്. ഒരു കുറവും അറിയാത്ത കാര്യം അറിയുന്നവരോട് ചോദിച്ചിട്ടൊക്കെ ചെയ്ത കാര്യമാണ്. അപ്പോൾ അതിനകത്തെല്ലാം ഇതൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലത് നമ്മൾ വിചാരിച്ചിട്ടുമില്ല. അപ്പോൾ അതിനൊക്കെ എന്തോ ദൈവാധീനം കൊണ്ട് നമ്മളിതൊക്കെ ചെയ്ത് ഏകദേശം 97% പൂർത്തിയായി എല്ലാവരും കൂടിയിട്ട്. പിന്നെ അടുത്ത മാസം അതിൻ്റെ പ്രതിഷ്ഠയാണ്. അത് ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്നാണ് നമ്മളെല്ലാവരും തീരുമാനം. ഇനി അതിൻ്റെ അനുഗ്രഹവും കൂടി കാവലെ അമ്മ തരട്ടെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ സേവനത്തെ നമ്മൾ വലിയ മതിപ്പോടെ നമ്മൾ കാണുന്നു. ഇതിനപ്പുറം എന്ത് വേറെ പറയില്ല. സുധീരേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ദൈവത്തിന്റെ ഒരു വലിയൊരു കാര്യം. ഓരോ അനുഭവമാണ്. ഇപ്പൊ പിന്നെ നേരത്തെ ഒരു വണ്ടിയിലൊരു സാധനം കൊണ്ടുവന്നു പെട്ടെന്ന് ഒരാൾ വന്ന്. അപ്പോൾ ഞാൻ ഇതിന്റെ പൈസ ഞാൻ എൻ്റെ കൈയിൽ നിന്ന് പോകുന്നു വിചാരിച്ചിട്ട് നിൽക്കുന്ന സമയത്താണ് ഒരാൾ വരുന്നത്. അയാളോട് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് അതിന്റെ പൈസ വേണം. അയാൾ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ പൈസ അപ്പോൾ എടുത്തു തന്നിട്ട് വൈകുന്നേരം നിങ്ങളെല്ലാവരും പഴം മേടിച്ച് കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കക്ഷി പൈസയും തന്നിട്ട് പോയത്. അപ്പോൾ അത് ഒരു വല്ലാത്ത അനുഭവമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിചാരിക്കാതെ എടുക്കുന്നു പിന്നെ കൊണ്ട്. അപ്പോൾ എല്ലാവർക്കും പൈസേനെ കൊണ്ട് സഹായിക്കാൻ പറ്റില്ല. ചിലർക്ക് തടീനെ കൊണ്ടൊന്ന് സഹായിക്കാൻ പറ്റില്ല. പക്ഷേ അത് ദേവൻ സ്വീകരിക്കുന്നത് ഒരേ അളവിലാണ്.
അങ്ങനെ പൈസേനെ കൊണ്ട് പൈസ കൊടുക്കുന്നതും സമർപ്പണമായിട്ട് തടിയിലെ കൊണ്ട് ചെയ്യുന്നതും ദേവൻ്റെ കണ്ണിൽ രണ്ടും തുല്യമായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പൈസ ഉണ്ടായാൽ അത് ചെയ്യാൻ പറ്റില്ല, ചെയ്യണ്ടെങ്കിൽ അതിന് പറ്റിയ ആൾക്കാർ വേണം. അപ്പോൾ അത് നമ്മൾ വിളിക്കുമ്പോഴൊക്കെ അതിനുള്ള ആൾക്കാർ ഓരോ സമയം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിങ്ങനെ ഇവരെല്ലാം നമ്മൾ വിലമതിക്കാനാവാത്ത സമർപ്പണത്തിൻ്റെ പുറത്താണ് ഇവർ എല്ലാവരും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതെ, ഇത് നമ്മളെ സുഹൃത്തുക്കളാണ്. അതിലപ്പുറത്തേക്ക് ദൈവവിശ്വാസത്തിൻ്റെ പുറത്ത് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു കാര്യം കൂടി ഇതാണ് നമുക്ക് ബാക്കിയുള്ളത്. നമ്മൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്കാണ്. അതിലൊന്നും ഒരു മുടക്കം വരാണ്ട് ഒരു കാലിന് മുള്ളു തെറിക്കാണ്ട് ഇത്രയും വലിയൊരു പരിപാടി കാട്ടിൽ നമ്മൾ ഏകദേശം അനുഗ്രഹത്തോടുകൂടെ, നമ്മളെ കഴിവൊന്നല്ല അത്, നമ്മളിങ്ങനെ നമ്മളെ അതിലേക്ക് തള്ളി വിടുന്നതാണ്. ആ തള്ളി വിടുന്ന സമയത്ത് നമ്മളങ്ങനെ ചെയ്തിട്ട് വിടുന്നു. അപ്പോൾ വിഷുവിനായാലും ഓണത്തിനായാലും നമുക്ക് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഓണവും വിഷു എല്ലാം നമുക്കില്ല. വിഷുവിന് വരെ നമ്മളെല്ലാവരും ഇവിടെ വന്ന് വെള്ളം നിറക്കലും പിടിക്കലും ഒക്കെ ചെയ്തിട്ടില്ല. ഒരുപാട് ആൾക്കാരെ ത്യാഗത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. സാമ്പത്തികപരമായിട്ടും ചെയ്തിട്ടുണ്ട്. അതിലപ്പുറം തടീനെ കൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടാണ് ഈ ലെവലിൽ അത് പൂർത്തീകരിച്ചിട്ട് ആക്കിയിട്ടില്ല. ഇനി വരൊന്നും ഇതിലപ്പുറത്തേക്ക് വേറെ പറയാനില്ല. അങ്ങനെ കഴിയാനായിട്ടെ ഏറെ ദാസിയുടെ ചെറിയൊരു സ്ഥലത്ത് കാര്യമാണ് കൂടിയുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. ചങ്ങായിമാരെ, അങ്ങനെ നമ്മള് പിന്നെ അടുത്ത കാവുന്നല്ല നമ്മൾ തിരിച്ച് മുണ്ടേരി കളവിൻ്റെ എത്തിയേട്ടാ. നമ്മള് ഇത്രപാട് സമയം ഉണ്ടാന്ന് വിചാരിച്ചില്ല. പക്ഷെ അവിടെ പോയി പണിയിലെടുത്തരം നല്ലൊരു ഇതായിരുന്നു. അവരിലായിട്ട് നല്ല കമ്പനിയായി, മനസ്സിന് സന്തോഷമായി. കഞ്ഞിയും പയറും രാവിലെ പിന്നെ ചായയും കടിയെല്ലാം ഉണ്ടായിരുന്നു, പിട്ടും പൊറോട്ടയും അതും ഇതെല്ലാം ഉണ്ടായിരുന്നു. ആ കഞ്ഞി കുടിച്ചാലും ഭയങ്കര ഒരു ഉഷാറായി കേട്ടാ. അടിപൊളി കഞ്ഞിയും പിന്നെ ചമ്മന്തിയും അച്ചാറ്, മാങ്ങാച്ചാറ്, പുയ്ക്കും അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം. കൈ കൊണ്ട് തന്നെ വാരി കുടിക്കുക. അത് പറയുമ്പോൾ ഇപ്പം വായിന്ന് വെള്ളം പൊട്ടുന്നു. അങ്ങനെ ദേവീൻ്റെ അവിടെ നവീകരണത്തിന് പങ്കെടുക്കാൻ നമുക്ക് ഒരു ഭാഗ്യം ഉണ്ടായി. ശരിക്കും ഭാഗ്യം തന്നെ പറയണം. ഇതൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നേരത്തെ സുധീരേട്ടൻ പറഞ്ഞ പോലെ എത്തിപ്പെട്ട് ഞാനും ജീവേശു അവിടെ പോയ പറഞ്ഞ ഇറങ്ങാന്ന്. ഞാൻ പിന്നെ അവരുമായിട്ടൊരു കമ്പനി ആയതുകൊണ്ട് എനിക്കൊരു ഇതായിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും ഇറങ്ങി പണിക്ക്. അവരും ഭയങ്കര കമ്പനിയായി. എല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ടെല്ലാം നടന്ന്, അത്രേ പറയാൻ പറ്റും. വേറെ എനിക്കെന്താ പറയണ്ട, വേറെ ഒന്നും പറയാനില്ല. നമുക്ക് ഇത് കിട്ടിയ ഭാഗ്യം, മനസ്സും നിറഞ്ഞ് എല്ലാം നിറഞ്ഞ് സന്തോഷമായി. പിന്നെ ലതീഷേട്ടനും പ്രസാദനും അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര സ്വീകരണമാണ്. അവിടെയുള്ള ആൾക്കാരോടെല്ലാം പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തി കൊടുത്ത് എല്ലാവരോടും നല്ലൊരു കമ്പനിയാണ്. അവിടെ പിന്നെയും ഒരിക്കൽ പോയാൽ ഈ ലതീഷേട്ടൻ്റെ പ്രത്യേകത അതാണ്. ഒരിക്കൽ പോയാൽ നമുക്ക് പിന്നെയും പോകാൻ തോന്നും. പുറവൂരമ്പലത്തിൽ ഓർ പോയത് വലിയ നഷ്ടമായിരിക്കും. ഓറിലും ഉണ്ടെങ്കിൽ നമ്മളെ അമ്പലം ഇപ്പം ഭയങ്കര എല്ലാവരും അറിയപ്പെട്ട് നല്ലൊരു ഇതാവുകയാണ്. അത് എനിക്ക് പാർട്ടി കാര്യമില്ല, എന്തായാലും അവർ തിരിച്ചു വരില്ല. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇന്നത്തെ ചെറിയ വീഡിയോയുടെ അവസാനിക്കില്ലാന്ന് കേട്ടോ. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. ബായ്. നിങ്ങളുടെ സ്വന്തം നിജി.